പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് എന്താണ് എസൻഷ്യൽ എലമെന്റ് എന്നായിരുന്നു. നമ്മളുടെ ഉണങ്ങിയ മരം മുറിച്ചു കഴിഞ്ഞ് ആ മരത്തെ ഉണക്കി നമ്മൾ അതിന്റെ ചാരം അത് കത്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ചാരത്തിൽ നിന്ന് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ അതിന്റെ റെസിഡ്യൂവൽ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ലഭിക്കുന്ന എലമെന്റുകളെയാണ് എസൻഷ്യൽ എലമെന്റ് എന്ന് പറയാം. അതിൽ 40ഓളം ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം എലമെന്റുകളും എസെൻഷ്യൽ ആയിട്ടുള്ള എലമെന്റ് ആണ്. ബാക്കിയുള്ള എലമെന്റുകളെയാണ് നമ്മൾ നോൺ എസെൻഷ്യൽ എലമെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ റെസിഡ്യൂസ്. ഈ റെസിഡ്യൂ അനാലിസിസിലാണ് നമ്മൾ പലതരത്തിലുള്ള എലമെന്റുകളും കാണുന്നത്. ഈ ഒരു എലമെന്റുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ടെക്നിക്സുകളും നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്സ് ആണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സയന്റിസ്റ്റിൻ്റെതാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ജൂലിയസ് വോൺ ഷാസ്. ഇദ്ദേഹമാണ് 1860 വളരെ പ്രധാനപ്പെട്ട ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്ന വെള്ളത്തിൽ ചെടികളെ വളർത്താം, എങ്ങനെ അതിലോട്ട് ആവശ്യമായിട്ടുള്ള എലമെന്റുകളെ എസെൻഷ്യൽ എലമെന്റുകളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെടികൾക്ക് ന്യൂട്രിയൻസ് ലഭിച്ചു കഴിഞ്ഞാൽ ചെടികൾ വളരുമെന്ന് ആധികാരികമായിട്ട് തെളിയിച്ചിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് ഈ പറയുന്ന ജൂലിയസ് വാൻ ഷോ. He is a prominent German botanist. He demonstrated for the first time that plants could be grown to maturity in defined nutrient solution in complete absence of soil. മണ്ണിന്റെ അപര്യാപ്തതയിൽ ചെടികൾ വളരുമെന്ന് ശാസ്ത്രീയമായ രീതിയിൽ കണ്ടുപിടിച്ച നിഗമനം നടത്തിയിട്ടുള്ള ആളുടെ പേരാണ് ജൂലിയസ് വാൻ ഷോസ്. The techniques of growing plants in a nutrient solution is known as hydroponics. അങ്ങനെ ഒരു ന്യൂട്രിയന്റ് സൊല്യൂഷനിൽ ചെടി വളരുന്ന പ്രക്രിയയുടെ പേരാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം ഹൈഡ്രോപോണിക്സിൻ്റെതാണ്. ഇതൊരു പിക്ചോറൽ ഡയഗ്രമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം അതിന് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ന്യൂട്രിയൻ സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെടികൾ വളർന്നിട്ടുള്ള ചിത്രമാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ എയർ പമ്പ് ഉണ്ട്, എയർ സ്റ്റോൺ ഉണ്ട്, ന്യൂട്രിയൻ റിട്ടേൺ, വാട്ടർ ന്യൂട്രിയൻസ്, ന്യൂട്രിയൻ പമ്പ്, അങ്ങനെ പലതരത്തിലുള്ള സിസ്റ്റംസ് ഇതിന്റെ കൂടെ ഉണ്ടാവും. It must be emphasized that nutrient solution must be adequately aerated to obtain optimum growth. Optimum growth, മിതമായിട്ടുള്ള ഗ്രോത്ത് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? നിർബന്ധമായിട്ടും അവിടെ എയറേഷൻ നടക്കണം. Hydroponic has been successfully employed as a technique for the commercial production of vegetables such as tomato, seedless cucumber and lettuce. വ്യാവസായിക അടിസ്ഥാനത്തിൽ തക്കാളിയും അതേപോലെ തന്നെ കുക്കുംബർ അടക്കമുള്ള ലെറ്റ്യൂസ് അടക്കമുള്ള ക്രോപ്പുകളെ, വിളകളെ വളർത്താൻ ഉപയോഗിക്കുന്ന ടെക്നിക്സിന്റെ പേര് കൂടിയാണ് ഹൈഡ്രോപോണിക്സ്. സോ വാട്ട് ഈസ് ഹൈഡ്രോപോണിക്സ്? ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് ന്യൂട്രിയൻ സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിന്റെ അപര്യാപ്തതയിൽ, മണ്ണില്ലാത്ത രീതിയിൽ ജലത്തിൽ ചെടികൾ വളർത്തുന്ന പ്രക്രിയയുടെ പേരാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഇതാണ് ജൂലിയസ് വാൻ ഷോ. വ്യാവസായിക അടിസ്ഥാനത്തിൽ പലതരത്തിലും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കൃഷി രീതികൾ നമുക്ക് കാണാൻ കഴിയും. ഇദ്ദേഹമാണ് വില്യം എഫ് ജോറിക് എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള ഹൈഡ്രോപോണിക്സ് വിദഗ്ധൻ എന്ന് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇനി ഹൈഡ്രോപോണിക്സ്, പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ ലാർജ് ടാങ്ക്. വലിയ ടാങ്കുകളിൽ ചെടികൾ നമുക്ക് ഈ രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് കോൾഡ് ടാങ്ക് ഫാമിംഗ്. അങ്ങനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ടാങ്കിൽ ന്യൂട്രിയൻസ് ലഭിച്ചു കൊടുത്തുകൊണ്ട് ന്യൂട്രിയൻസിന്റെ ലഭ്യതയിൽ ചെടികൾ വളരുന്ന പ്രക്രിയയുടെ പേരാണ് ടാങ്ക് ഫാമിംഗ് എന്ന് പറയുന്നത്. ഹൈഡ്രോപോണിക്സ് വാസ് കൊമേഴ്ഷ്യലി ഡെവലപ്ഡ് ബൈ വില്യം എഫ് ജോറിക് ഇൻ 1940. ഇദ്ദേഹമാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഹൈഡ്രോപോണിക്സിനെ വളർത്തി വലുതാക്കിയ വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റിയിട്ടുള്ളത്. ഹൈഡ്രോപോണിക്സ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ വാട്ട് എലമെന്റ്സ് ആർ എസെൻഷ്യൽ ഫോർ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് വാട്ട് സിംറ്റംസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് എസെൻഷ്യൽ എലമെന്റ്. എന്നാൽ ഈ പറയുന്ന ഹൈഡ്രോപോണിക്സിന് ചെടികളെ വളർത്തുക എന്നതിനപ്പുറം ഏതൊക്കെ എലമെന്റുകളാണ് ചെടിക്ക് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്? ഇപ്പം ഒരു ടാങ്കിൽ നമുക്കറിയാം 20ഓളം എസെൻഷ്യൽ എലമെന്റ് ഉണ്ടെങ്കിൽ അതിൽ ആദ്യ ഘട്ടത്തിൽ നമ്മൾ 20 എണ്ണവും കൊടുത്തുകൊണ്ട് ചെടികളെ വളർത്താം. രണ്ടാമത്തെ ടാങ്കിൽ നമുക്ക് 18 എണ്ണം കൊടുക്കാം. അപ്പൊ 2 എണ്ണം കൊടുത്തിട്ടില്ല എങ്കിൽ ആ 2 എണ്ണത്തിന്റെ അപര്യാപ്തതയിൽ എന്തൊക്കെയാണ് ചെടികളിൽ ഉണ്ടാവുന്ന സിംറ്റംസ് എന്ന് കണ്ടുപിടിക്കാനൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ ഓരോ എലമെന്റിന്റെ റോളുകൾ അടക്കം അതിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് അടക്കം കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ ബീങ് യൂസ്ഡ് കൊമേഴ്ഷ്യലി ഇൻ കൺട്രീസ് ലൈക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, അബുദാബി എക്സെട്ര. പല തലത്തിലുള്ള മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ആയിട്ടുള്ള ദുബായ് അടക്കമുള്ള, ഒമാൻ അടക്കമുള്ള അറേബ്യൻ കൺട്രീസുകളിലൊക്കെ ഇത്തരത്തിലുള്ള കൃഷി രീതി നടപ്പിലാക്കിയിട്ടുണ്ട്. കാരണം അവിടെ നമ്മുടെ ഭൂമി പോലെ ഫലസമ്പുഷ്ടതയുള്ള ഭൂമിയല്ല.
മണ്ണിന് ഫലസമ്പുഷ്ടത ഉണ്ടാവില്ല. അങ്ങനെയുള്ള രാജ്യത്ത് ടാങ്ക് ഫാമിംഗ്, ടെറസ് ഫാമിംഗ് ഒക്കെ ചെയ്യുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ഹൈഡ്രോപോണിക്സ് ഹൈഡ്രോപോണിക്സ് ടെക്നിക് വഴിയാണ്. ഇതാണ് അതിന്റെ ഏറ്റവും ആധുനിക രീതിയിലുള്ള pictorial diagram. So remember, he is William F. Gioric in 1940. ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള രണ്ട് ക്വസ്റ്റ്യൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്ന ടെക്നിക്സ് കണ്ടുപിടിച്ചത് ജൂലിയസ് വാൻഷോ ആണ്. എന്നാൽ ഹൈഡ്രോപോണിക്സിനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരു കൃഷിരീതി പ്രക്രിയയാക്കി മാറ്റിയിട്ടുള്ളത് പ്രധാനമായിട്ടും വില്യം എഫ് ജിയോറിക് ആണ്. നോക്കി, ഇത് വളരെ പ്രധാനപ്പെട്ട വേറൊരു ടെക്നിക്സ് ആണ് എയറോപോണിക്സ് എന്ന് പറയും. എന്താണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് ഇൻ എയർ or most environment of oxygenated nutrient enriched water without the soil. ഇവിടെ ചെയ്യുന്നത് ടാങ്ക് ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, പകരം ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതിനുള്ളിലൂടെയൊക്കെ പലതരത്തിലുള്ള ന്യൂട്രിയൻസും അവൈലബിൾ ആക്കി കൊടുക്കുന്ന എയറിൽ നിർത്തിക്കൊണ്ട് മണ്ണിന്റെ അപര്യാപ്തതയിൽ, ടാങ്കിന്റെ അപര്യാപ്തതയിൽ പലപ്പോഴും ന്യൂട്രിയൻസിനെ സ്പ്രേ ചെയ്തുകൊണ്ട് കൃഷിരീതി നടത്തുന്ന പ്രക്രിയയാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഹൈഡ്രോപോണിക്സിന്റെ മേന്മകൾ? വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് യൂസസ് ഓഫ് ഹൈഡ്രോപോണിക്സ്? സി, ഇറ്റ് ഈസ് യൂസ്ഫുൾ ആസ് എ കിച്ചൺ ഗാർഡൻ. ഇത് നമ്മുടെ വീടുകളിലടക്കം കിച്ചൺ ഗാർഡൻ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. യൂസ്ഡ് ഫോർ റേസിംഗ് ഓഫ് സീസണൽ വെജിറ്റബിൾസ് ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് വെജിറ്റബിൾസ് സച്ച് ആസ് ടൊമാറ്റോ, സീഡ്ലെസ് കുക്കുംബർ ആൻഡ് ലെറ്റ്യൂസ്. It is useful in areas having infertile and dry soil, used to grow many crops under artificial conditions for economic purpose. Used to study deficiency symptoms, used to determine the role of each mineral element in the growth, development and normal life. നമ്മൾ ഇവിടെ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രതിപാദിക്കുന്നതിനൊരു കാരണമുണ്ട്. എന്താണത്? നമുക്കറിയാം, പലതരത്തിലുള്ള എലമെന്റ്സിന്റെയും റോളുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്ന പ്രക്രിയ നടത്തപ്പെടുന്നത്. നമ്മളിവിടെ പലതരത്തിലുള്ള എലമെന്റ് പേര് പറഞ്ഞു. ഈ എലമെന്റ് ആണ് മേജർ ന്യൂട്രിയൻ, ഈ എലമെന്റ് ആണ് മൈക്രോ ന്യൂട്രിയൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ പറയുന്നത് എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള ചില ശാസ്ത്രീയമായ രീതിയിലുള്ള പഠനങ്ങൾ വഴിയാണ്. അങ്ങനെ ചെടികളിൽ ഇത്തരത്തിലുള്ള എലമെന്റുകൾ വളരെ പ്രധാനപ്പെട്ട റോളുകൾ നിർവഹിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ സഹായിച്ചിട്ടുള്ള ഏറ്റവും വലിയ ബ്രാഞ്ചാണ് ഹൈഡ്രോപോണിക്സ്. ഇതാണ് ഹൈഡ്രോപോണിക്സിന്റെ പിക്ചോറിയൽ ഡയഗ്രാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എയറേറ്റിംഗ് ട്യൂബ് വേണം, ന്യൂട്രിയൻ സൊല്യൂഷൻ വേണം, അതേപോലെ തന്നെ പ്ലാന്റ് നിൽക്കാൻ വേണ്ടി ഒരു കോട്ടൺ പ്ലഗ് വേണം, അതേപോലെ തന്നെ ഈ ന്യൂട്രിയൻസ് ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു ഫണൽ അടക്കമുള്ള സംവിധാനമാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്. ഇതാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഹൈഡ്രോപോണിക്സിലൂടെ ലെറ്റ്യൂസ് അടക്കമുള്ള, കേബേജ് അടക്കമുള്ള പല രീതിയിലുള്ള വിളകളും ഇതുവഴി കൃഷി ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിവിടെ പറയാൻ കാരണം, ഈ വളരെ പ്രധാനപ്പെട്ട ഹൈഡ്രോപോണിക്സിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയാൻ കാരണം മേജർ ന്യൂട്രിയന്റും മൈനർ ന്യൂട്രിയന്റും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമുക്കറിയാം, രണ്ട് പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് ഉണ്ട്. ഒന്ന് മൈക്രോ ന്യൂട്രിയൻസും മറ്റൊന്ന് മാക്രോ ന്യൂട്രിയന്റുമാണ്. എന്താണ് മൈക്രോ ന്യൂട്രിയൻ? മൈക്രോ ന്യൂട്രിയൻസ് ആർ റിക്വയർഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. വളരെ ചെറിയ അളവിൽ മാത്രം ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആണ് മൈക്രോ ന്യൂട്രിയൻസ്. മാക്രോ ന്യൂട്രിയൻസ് ആർ റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. മൈക്രോ ന്യൂട്രിയൻസ് വലിയ അളവിൽ ആവശ്യമുള്ളതാണ്. They are present in low concentration in the plant, but here they are present in excessive concentration in plant. They are also called trace element. ഇതിന് പറയുന്നത് trace element കൂടിയാണ്. വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിനെ trace element എന്ന് പറയുന്നത്. But macronutrients also called as major element. The most important examples of micronutrients are this, and these are some of the important macronutrients. All micronutrients are minerals. എല്ലാ micronutrientsഉം മിനറലുകളാണ്. Majority of the macronutrients are minerals, some are non-mineral. ചിലത് നോൺ മിനറലുമാണ്. അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. Then micronutrients, they can be toxic for the plant if present excess in the cell than the required quantity. ചില സമയത്ത് ആവശ്യമുള്ളതിലധികം ചില മൈക്രോ എലമെന്റ് അധികമായിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും ടോക്സിക് ആയി മാറാറുണ്ട്. But here they are usually not toxic to the cell if they are present in relatively higher concentration than the normal level. നോർമൽ ലെവലിനേക്കാളും അധികം ഉണ്ടെങ്കിൽ പോലും ഇത് ഒരു കാരണവശാലും അത് ടോക്സിക് ആവാറില്ല. അത് പ്ലാന്റിന് ബ്ലെസ്സിംഗ് ആയി മാറാറാണ് ഉള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് മൊബൈൽ എലമെന്റ് ആൻഡ് വാട്ട് ഈസ് ഇമ്മൊബൈൽ എലമെന്റ്. ചില എലമെന്റുകൾ ചെടികളിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള എലമെന്റുകളെ മൊബൈൽ എലമെന്റ് എന്ന് പറയും. എന്നാൽ ചില എലമെന്റുകൾ ഒരു കാരണവശാലും മൂവ് ചെയ്യില്ല. അങ്ങനെയുള്ള എലമെന്റുകളെ ഇമ്മൊബൈൽ എലമെന്റുകൾ എന്ന് പറയും. ഈ കാണിച്ചതാണ് മൊബൈൽ എലമെന്റ്. സി, ദിസ് ഈസ് കോൾഡ് ഇമ്മൊബൈൽ എലമെന്റ്. എന്താണ് മൊബൈൽ ആൻഡ് ഇമ്മൊബൈൽ എലമെന്റ്? സി, mineral elements
classified on the basis of their mobility within a plant and their tendency to retranslocate during deficiencies. So the mobile elements are nitrogen, potassium, magnesium, phosphorus, chlorine, sodium, zinc, and molybdenum. These are considered as mobile element, whereas calcium, sulfur, iron, boron, copper, etc. are considered as immobile elements. നോക്കൂ, നമ്മളിവിടെ വളരെ ക്ലിയർ ആയിട്ട് മൊബൈൽ എലമെന്റ് എന്താണ്, ഇമ്മൊബൈൽ എലമെന്റ് എന്താണ്, മാക്രോ എലമെന്റ് എന്താണ്, മൈക്രോ എലമെന്റ് ആണെന്നുള്ള ഒറ്റ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ യുവർ എക്സാമിനേഷൻ. പലപ്പോഴും ചിലപ്പോൾ പരീക്ഷയ്ക്ക് റൈറ്റ് ഡിഫറൻഷിയേറ്റ് മാക്രോ എലമെന്റ്സ് ആൻഡ് മൈക്രോ എലമെന്റ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മൊബൈൽ എലമെന്റ് ആൻഡ് ഇമ്മൊബൈൽ എലമെന്റ് എന്നൊക്കെ ചോദിക്കാം. സോ റിമെമ്പർ, ദിസ് ഈസ് ആൻ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. യു ക്യാൻ see the detailed aspects of detailed definition of micro, mobile and immobile elements. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡിഫറൻഷിയേറ്റ് ട്രേസ് എലമെന്റ് ആൻഡ് ട്രേസർ എലമെന്റ്. ട്രേസ് എന്ന് പറഞ്ഞാൽ മൈക്രോ എലമെന്റ് ആണ്, എന്നാൽ ട്രേസർ എലമെന്റ് എന്ന് പറഞ്ഞാലോ? ട്രേസർ എലമെന്റ് എന്ന് പറഞ്ഞാൽ ചില പ്ലാന്റുകളിൽ നമ്മൾ ചില മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ ട്രേസ് ഔട്ട് ചെയ്യാൻ ചില എലമെന്റുകൾ ഉപയോഗിക്കുന്നു. ഇപ്പൊ കാർബൺ 14 ഉപയോഗിച്ചുകൊണ്ട് പ്ലാന്റിന്റെ ചില മെറ്റബോളിക് പാത്വേനെ നമ്മൾ ട്രേസ് ഔട്ട് ചെയ്യും. അങ്ങനെ ഇവിടെ കാണാം, നിങ്ങൾക്ക് ചിത്രത്തിൽ ട്രേസ് ഔട്ട് ചെയ്യുന്ന കൺസെപ്റ്റ് കാണാം. നൈട്രജൻ 14, കാർബൺ 14, ദിസ് ആർ സം ഓഫ് ദ ഇമ്പോർട്ടന്റ് radioactive elements. Such elements are popularly called the tracer element. So what is tracer element? The tracer element should not be confused with the trace element. Tracer elements are usually radioactive or heavy isotope which are used to trace out some metabolic pathway. ചില മെറ്റബോളിക് പാത്വേനെ ട്രേസ് ഔട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന എലമെന്റുകളെയാണ് ട്രേസർ എലമെന്റ് എന്ന് പറയുന്നത്. Some example of commonly used tracer element in plant physiology are carbon 40, nitrogen 15, oxygen 18, phosphorus 32, sulfur 35, potassium 42, and calcium 45. These are considered as the most important tracer element. അപ്പൊ ഞാൻ ഇവിടെ ഒരുപാട് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ട്രേസ് എലമെന്റ്? ട്രേസ് എലമെന്റ് ആർ നത്തിങ് ബട്ട് ഇറ്റ് ഈസ് മൈനർ എലമെന്റ് ഓർ മൈക്രോ എലമെന്റ്. ബട്ട് ട്രേസർ എലമെന്റ് എന്ന് പറഞ്ഞാലോ, ട്രേസർ elements are those elements which are used to trace out the metabolic pathway. So remember, what is trace element, what is tracer element, what is mobile element, what is immobile element, what is micro element, what is micro element. So remember, all these are the examination point of view. Then നമ്മൾ ഇങ്ങനെ പല എലമെന്റുകളും ഇത് ചിലത് ഇത് എസെൻഷ്യൽ ആണ്, ഇത് നോൺ എസെൻഷ്യൽ ആണ്, ഇത് മാക്രോ ആണ്, ഇത് മൈക്രോ ആണ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ ബിഹൈൻഡ് ദിസ്? You can say that certain important criteria. എന്താണ് ഇത് മൈക്രോ ആണ് അല്ലെങ്കിൽ ഇത് എസെൻഷ്യൽ ആണ് എന്ന് പറയാൻ കാരണം, see, the element must be supporting normal growth and reproduction. അപ്പൊ ഒന്നാമത്തത്, ഈ എലമെന്റുകൾ എസെൻഷ്യൽ ആവാൻ കാരണം അത് എന്ത് ചെയ്യുന്നു? The element must be supporting normal growth and reproduction. സാധാരണ ചെടികളുടെ വളർച്ചയെ അത്യന്താപേക്ഷിതമായിട്ട് പ്രവർത്തിക്കുന്ന എലമെന്റുകളെയാണ് എസെൻഷ്യൽ എലമെന്റ് എന്ന് പറയുക. That's why they are supporting normal growth and reproduction. Second one, element must be specific and not replaced by another element. ചില എലമെന്റുകൾ അത് തന്നെ ഉണ്ടെങ്കിലേ ചെടികളിൽ അത്തരത്തിലുള്ള ഫങ്ഷൻസ് നടക്കൂ. മെഗ്നീഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ ക്ലോറോഫിൽ ഉണ്ടാവൂ, നൈട്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ ലീഫ് വളരും, ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ മാത്രമേ റൂട്ട് വളരും എന്ന് പറയുന്നത് പോലെ തന്നെ certain elements are specific. Without the presence of such element, the metabolic pathway will not be take place. So such elements are called essential element. Then must be directly involved in the metabolism of the plant. ഇത്തരത്തിലുള്ള എലമെന്റ് നിർബന്ധമായിട്ടും ഡയറക്റ്റ് ആയിട്ട് മെറ്റബോളിക് പാത്വേയിൽ ഇൻവോൾവ് ചെയ്യണം. Based on these above criteria, the elements are required to by the plants and divided into two category. അതിന്റെ ബേസിലാണ് എലമെന്റുകൾ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. They are called macro element and micro element or macronutrient or micronutrients. എന്തൊക്കെയാണ് എലമെന്റുകളുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്? See, these are the most important functions that we will discuss in this class. Okay, thank you.